Hello everyone, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡ് കൊണ്ടുണ്ടാക്കിയ മുട്ട കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് കുറച്ച് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുന്ന കട്ട്ലേറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ കട്ട്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രം എടുത്ത് ഇതിലേക്ക് 5 ബ്രെഡ് ഇതുപോലെ ഞാൻ പൊളിച്ചിട്ട് ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്, 1/2 കപ്പ് സവാള, 1/2 കഷ്ണം തക്കാളി, 1 പച്ചമുളകും 1 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി, 5 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 4 ടേബിൾ സ്പൂൺ ആട്ടപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 കപ്പ് മല്ലിയില ചെറുതായി അരിഞ്ഞത് എല്ലാം ചേർത്ത് നമുക്ക് നന്നായി ഇതിനെ കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഇതിനൊന്ന് കുഴച്ചെടുക്കാം. ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇതുപോലെ നമുക്ക് മാവായി കിട്ടണം. ഇനി നമുക്കിതിനെ ഓരോ ഉരുളകളാക്കി എടുക്കാം. കയ്യിൽ വെള്ളം തടവി നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. നന്നായി ഇതിനൊന്ന് പരത്തിയതിന് ശേഷം നമുക്കിതിലേക്ക് പുഴുങ്ങിയ മുട്ട ഇതുപോലെ വെച്ച് ഇതിനെ ഒന്ന് കവർ ചെയ്യാം. ഞാൻ മുട്ടയുടെ ഫുള്ളായിട്ട് എടുക്കുന്നില്ല, ഞാൻ അതിൽ നിന്ന് കുറച്ച് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്നൊരു കഷ്ണം വെച്ചിട്ടാണ് ഞാൻ ഇതുപോലെ ആക്കിയെടുക്കുന്നത്. ഇതുപോലെ ബാക്കിയുള്ള മാവിലും ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഈ കട്ട്ലേറ്റിനെ ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഓയിൽ ചൂടായതിന് ശേഷം ഞാൻ കട്ട്ലേറ്റ് ഓരോന്നായി ഇതുപോലെ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓരോന്നായി ഫ്ലിപ്പ് ചെയ്തുകൊണ്ടേയിരിക്കാം. നല്ല ഗോൾഡൻ കളറാവും വരെ നമ്മൾ ഇതിനെ ഫ്രൈ ചെയ്ത് എടുക്കണം. അങ്ങനെ നമ്മളുടെ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ എല്ലാവർക്കും എന്നത്തെയും പോലെ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സുമായി മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ എന്നെ അറിയിക്കുക. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി ഞാൻ വരുന്നവരേക്കും ഗുഡ് ബൈ.